നമസ്തേ. കഥകളി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയരങ്ങിൻ്റെ ദിവസമായ ഇന്ന് ഞാനൊരു പാചക റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വൈകുന്നേരത്തെ 4 മണി ചായക്കൊക്കെ ഉണ്ടാക്കാവുന്ന ഒരു പലഹാരം നിങ്ങളൊരു പക്ഷേ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. വളരെ സിമ്പിൾ, അതേസമയം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒന്ന്. ഈ പലഹാരത്തിൻ്റെ പേര് സത്യം പറഞ്ഞാൽ ഞാനൊരു പേരും ഇട്ടിട്ടില്ല. ഇതങ്ങ് ഉണ്ടാക്കി വയ്ക്കും. അവിടെ പറയും, കുട്ടികളോടൊക്കെ പറയുമ്പോൾ പറയും, ഇതാണ് പുന്നാരയുണ്ട, ഇതാണ് പഞ്ചാരയുണ്ട എന്നൊക്കെ പറയാറുണ്ട്. സംഭവം ഞാൻ ഇനി ഇതിലത്തെ റെസിപ്പികൾ പറയാം. സാധാരണയായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ അവിലോസ് പൊടി വറക്കാറുണ്ട്. അവിലോസ് പൊടി എന്ന് പറയണത് സാധാരണ അരി പൊടിച്ച് കുറച്ച് തിരങ്ങോടുകൂടിയുള്ള പുട്ടിൻ്റെയൊക്കെ പാകത്തിനുള്ള പൊടി വെച്ച് അതിനകത്ത് തേങ്ങ ചിരണ്ടിയിട്ട് കുറച്ച് ജീരകം കൂടെ ചതച്ചിട്ട് ഉപ്പും കൂടി ചേർത്ത് ആകെ ഇളക്കി പൊത്തി 1 മണിക്കൂർ അങ്ങനെ തിരുമ്മി പൊത്തി അവിടെ വയ്ക്കും. എന്നിട്ട് ആ വച്ചതിന് ശേഷം വലിയ ഉരുളി എടുത്തിട്ട് നമ്മൾ ഇതെല്ലാം ഉരുളിയിലേക്ക് ഇട്ട് അങ്ങനെ വറക്കും. വറുത്ത് കുറച്ച് സമയം വേണം കേട്ടോ ഇതിന്. ഈ അരിപ്പൊടിയും തേങ്ങയും ജീരകവും ഉപ്പും മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇതിങ്ങനെ വറുത്ത് ഒരു ചെമ്പറന്ന നിറങ്ങടായി വരും. വെള്ളപ്പൊക്കെ അങ്ങോട്ട് മാറി നല്ലോണം വറുത്ത് ഇതായിട്ട് ഉപ്പും കൂടി ആകുമ്പോൾ അതിന് പറയുന്നത് അവലോസ് പൊടി എന്നാണ്. ഈ അവലോസ് പൊടി ശർക്കര പാവ് കാച്ചി അതിലേക്കിട്ട് ചുട്ടുക്കന്നെങ്ങനെ പിടിക്കണതാണ് അരിയുണ്ട എന്ന പേരിൽ നമ്മളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവിലോസ് പൊടി തന്നെയായിട്ട് കഴിക്കാം. ഉപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉപ്പ് രസത്തോടെ കഴിക്കാം. അതല്ല, പഞ്ചസാര ഇഷ്ടപ്പെടുന്നവർക്ക് അതിൽ 2 സ്പൂൺ ഒരു ബൗളിലെടുത്തിട്ട് 2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് അങ്ങനെയും കഴിക്കാം. പക്ഷേ അതൊരു ഡ്രൈ ആയിട്ടുള്ള പലഹാരമാണ്. കുറച്ച് സോഫ്റ്റായിട്ട് വരണമെന്ന് വെച്ചാൽ അതിൽ ചിലർ അല്പം ഒരു തേനും കൂടി ചേർത്താണ്ടല്ലോ ഈ പഞ്ചസാര ചേർക്കണമെങ്കിൽ നല്ല സ്വാദായിരിക്കും. ഞാൻ ഈ അവിലോസ് പൊടി ഉണ്ടാക്കിയത് കുറേ ദിവസമൊക്കെ ഇങ്ങനെ തിന്നു എല്ലാവരും. ഉപ്പ് ചേർത്തിട്ട് ചിലർക്ക് മധുരം ചേർത്ത്, ഞാൻ മധുരം ചേർക്കാറില്ല. ഷുഗർ ഉള്ളതുകൊണ്ടാട്ടോ, ബ്ലഡ് ഇഷ്ടമല്ലാണ്ടൊന്നുമല്ല. ചിലപ്പോൾ ഒക്കെ കഴിക്കും 2 സ്പൂൺ. അങ്ങനെ ഇരിക്കണം. അവിലോസ് പൊടി കുറച്ച് ബാക്കി വന്നപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് ചിലവാകണ്ടേ നമുക്ക്. അരിയും തേങ്ങയൊക്കെ നമുക്കെല്ലാം ഇങ്ങനെ നമ്മൾ ബുദ്ധിമുട്ടിയതൊക്കെ വേറെ ഇതുണ്ടാക്കിയത് അതും ചിലവാകണം. ഇതും നല്ല ഭക്ഷണമല്ലേ. 1 ആഴ്ച 2 ആഴ്ചയൊക്കെ അവിലോസ് പൊടിയായിട്ട് അവിടെ വയ്ക്കും. അങ്ങനെ വന്നാൽ ഞാനതിനൊരു രൂപമാറ്റം വരുത്തും, എന്നിട്ട് കൊടുക്കും. അപ്പോൾ എല്ലാവരും തരും. അങ്ങനെയാണ് പറ്റുക. ആ രൂപമാറ്റം വരുത്തിയിട്ടുള്ള ഒരു രീതിയാണ് ഇന്ന് കാണിക്കുന്നത്. ആദ്യം അവിലോസ് പൊടി, പിന്നീട് അതിൻ്റെ കൂടെ ഇന്ന് ചേർത്തിരിക്കുന്നത് ഒരു ഏത്തപ്പഴം, പാകമായിട്ടുള്ള ഒരു ഏത്തപ്പഴം അരിഞ്ഞ് അവിലോസ് പൊടി ഒരു ബേസണിലേക്ക് ഇട്ടു. ഏത്തപ്പഴം അരിഞ്ഞ് അതും ആ ബേസണിലേക്ക് തന്നെ ഇട്ടു. കുറച്ച് ശർക്കര, പൊടിയായിട്ടുള്ള ശർക്കര തിരുമ്മിയിട്ട് അതും അതിനകത്തേക്ക് ഇട്ടു. തേങ്ങ ഈ അവലോസ് പൊടി വറുത്തതിലുണ്ടല്ലോ, അപ്പോൾ ഞാൻ പിന്നെ പ്രത്യേകിച്ച് ചേർത്തില്ല. ചുക്കും ജീരകവും പൊടിച്ചിട്ടുള്ളത് കൊടുത്തു. 2-3 ഏലക്കായ എടുത്തിട്ടു. 2-3 കരയാമ്പൂവും എടുത്തിട്ടു. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ അസലായിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ അങ്ങോട്ട് തിരുമ്മി ഉടച്ചു. അത് കഴിഞ്ഞപ്പോൾ എല്ലാം ചേരുന്നില്ലല്ലോ, അങ്ങനെ തന്നെ ഒരു മിക്സിയിലേക്ക് എടുത്തിട്ടു. നേരിയ ഒരു ഉപ്പ് അവലോസ് പൊടിക്കുണ്ട്. അത് മതിയെന്ന് വെച്ചാൽ മതി, അല്ലെങ്കിൽ പോരെങ്കിൽ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇടണം. എന്നാൽ ഈ ശർക്കരയുടെ മധുരത്തിനൊരു എടുപ്പ് വരും. ഇതെല്ലാം കൂടെ ചേർത്ത് കശുവണ്ടി പരിപ്പ് വറുത്തത് അതും 5-6 എടുത്തിട്ടു. കപ്പലണ്ടി വറുത്തതിരിക്കുന്നുണ്ട്, അതും 5-6 ഇതിനകത്തേക്ക് എടുത്തിട്ടു. എല്ലാം കൂടെ മിക്സിയിലിട്ട് ഒരൊറ്റ പൊടിച്ച് കഴിയുമ്പോൾ അതിങ്ങനെ കുറച്ച് ശർക്കരയും അവലോസ് പൊടിയും പഴവും എല്ലാം കൂടി ചേർന്ന് ഒരു കുഴഞ്ഞ പരുവായിട്ട് കിട്ടും. അതിനെടുത്ത് ബേസിനിലേക്ക് അങ്ങോട്ട് വെച്ചു. അങ്ങനെ വെച്ചിട്ട് വയ്ക്കുമ്പോൾ എനിക്ക് തോന്നി അതിങ്ങനെ കുറച്ച് ലൂസായിട്ടായിരിക്കണം, വെള്ളമല്ല. അങ്ങനെ തന്നെ ഒരു 10 മിനിറ്റ് അടച്ചവിടെ വെച്ചു, ഒന്ന് സെറ്റാവാം. അത് കഴിഞ്ഞതിന് ശേഷം കൈ ഒന്ന് നനച്ചു വെള്ളത്തിൽ. എന്നിട്ട് ഇതിൽ നിന്ന് ഒരു ഉണ്ട എടുത്തു ഉരുട്ടി നല്ലോണം പിടിച്ച് ഉരുട്ടി അവിടെ വെച്ചു. ആദ്യം തന്നെ ഉരുട്ടി 2-3 ഉരുട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരെണ്ണം കൂടെ തിന്നു. എങ്ങനെയുണ്ട് ഇതിൻ്റെ രസതന്ത്രം എന്നറിയണ്ടേ, മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളതല്ലേ. അപ്പോൾ കൊള്ളാം,
രസത്തിന് തരക്കടമൊന്നുമില്ല. എല്ലാ സ്വാദും ഉണ്ട്. പാകത്തിന് മധുരം, പഴത്തിൻ്റെ ഒരു നേരിയ സ്വാദ്, മറ്റുള്ള ചുക്ക്, ജീരകം, ഏലക്കായ അതിൻ്റെയൊക്കെ ഒരു മണവും ഒരു സ്വാദും ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ ഉരുട്ടി വെച്ചു. ഞാനിതിനൊരു പേരിട്ടിട്ടില്ല. ഉണ്ടയാണ്, അരിയുണ്ടയാണ്, പഴം ചേർത്തിട്ടുണ്ട്, തേങ്ങയുണ്ട്. അപ്പോൾ ഇതിന് എന്ത് മധുരമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇത് കുഞ്ഞു കുട്ടികൾക്കായാലും ഇങ്ങനെ നാക്കിലിടുമ്പോൾ മിഠായി പോലെ അലിഞ്ഞ് 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 പോകുന്ന ഒരു അരിയുണ്ടയാണ്. അപ്പോൾ നമുക്ക് ഈ ഉണ്ടയ്ക്ക് ഒരു പേര് കൊടുത്താലോ, അലിയുന്ന ഉണ്ട, അലിയുണ്ട. അല്ലെങ്കിൽ നല്ല പുന്നാരമായിട്ട് കൊടുക്കാം. കൊച്ചു കുട്ടികൾക്ക് പുന്നാരയുണ്ട, അതും പേരിടാം. എന്ത് പേര് വേണമെങ്കിലും ഇടാം. അപ്പോൾ എന്താ വേണ്ട പേര് നിങ്ങൾ പറയൂ. പഴമുണ്ട്, അരിയുണ്ട്, മധുരമുണ്ട്. മധുരമുള്ളൊരു അരിയുണ്ടയാണ്, പഴയുണ്ടയാണ്. അപ്പോൾ ഇതിനൊരു പുന്നാരയുണ്ട അതങ്ങോട്ട് പേരിട്ടാലോ. പുന്നാരിച്ച് കുട്ടികൾക്ക് കൊടുക്കാവുന്ന ഉണ്ടയാണ് പുന്നാരം ഉണ്ട. പുന്നാരം ഉണ്ട. അപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിക്കാൻ. ഒരു തണ്ണിമത്തൻ അവിടെ കിടപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളൊക്കെ ചെത്തി കളഞ്ഞേച്ച് എന്നെ കൊണ്ടാവണ വിധത്തിലൊന്ന് അലങ്കരിക്കാമെന്നും വെച്ചു. അരിയുണ്ട അലങ്കരിച്ച് കൊണ്ടുവന്നേക്കാം. അടിയിലൊരു 2 കറിവേപ്പില എന്നിട്ട് കൂട്ടാൻ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ അരിയുണ്ട നോക്കൂ, ഉരുട്ടി വെച്ചേക്കണ കണ്ടോ. അവിലോസ് പൊടി, പഴം, പുന്നാരയുണ്ട. ഈ ആഴ്ചത്തെ എൻ്റെ പാചക റെസിപ്പി പുന്നാരയുണ്ട. ഇത് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഉണ്ടെങ്കിൽ നല്ലത്. ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു അവിലോസ് പൊടി, ഒരു പഴവും, ഇത്തിരി ശർക്കരയും, ഈ പറഞ്ഞ അനുസാരികളൊക്കെ ചേർത്ത് പൊടിച്ച് 5 മിനിറ്റ് കൊണ്ട് ഉണ്ട മേശപ്പുറത്തേക്ക് വയ്ക്കാം. ഒട്ടും എരിവില്ല. കുട്ടികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അലിയിച്ച് മിഠായി തിന്നും പോലെ കഴിക്കാം. പ്രായമായിട്ടുള്ളവർക്കാണെങ്കിലും ഒരു വിഷമമില്ലാതെ കണ്ട് അലിയിച്ച് കഴിക്കാവുന്നൊരു കുഞ്ഞു പലഹാരമാണ് ഈ പുന്നാരയുണ്ട. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നും നിങ്ങൾ ഉണ്ടാക്കുമെന്നും കഴിയുമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞ് ഉണ്ടാക്കിപ്പിക്കുമെന്നുമുള്ള ഒരു പ്രതീക്ഷയോടെ ഞാൻ സമർപ്പിക്കുകയാണ് എൻ്റെ ഈ ആഴ്ചയിലെ പാചകവിധി പുന്നാരയുണ്ട. എല്ലാവർക്കും ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഈ ചാനൽ എൻ്റെ ചാനൽ. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഇത് എൻ്റെ ചാനൽ കഥകളതിസാദരം. എല്ലാവരോടും, നിങ്ങളുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും അടുത്തുള്ളവരോടും ഈ ചാനലിനെ പറ്റി പറയൂ. ഈ ചാനലിൽ ആഴ്ചയിൽ 4 ദിവസം കഥകളുണ്ടാകും, 1 ദിവസം പാചകമുണ്ടാകും, 1 ദിവസം സാഹിത്യചിന്തയുണ്ടാകും, 1 ദിവസം നാരായണീയ പാഠ ക്ലാസ് ഉണ്ടാകും. എല്ലാവരോടും പറയൂ. അവരോട് കാണാനും കേൾക്കാനും ഒക്കെ സമയം കണ്ടെത്താൻ കൂടി സാധിക്കണമെന്ന് പറയുക. എല്ലാവർക്കും നന്ദി.